വെൽക്കം ടു പെപ്പ് ലേണിംഗ്. അങ്ങനെ വീണ്ടും CUT PG എൻട്രൻസ് എക്സാമിനേഷന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടിയിരിക്കുകയാണ്. ഇതുവരെ അപേക്ഷ കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ഒരു അവസരം കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ CUT PG എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ഡിഗ്രിക്ക് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളിലേക്ക് നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും CUT PG ഉപയോഗിച്ചാണ് അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 100-200ഓളം വരുന്ന യൂണിവേഴ്സിറ്റികൾ ടോട്ടൽ നമ്മൾ നോക്കുന്ന സമയത്ത് CUT PG അണ്ടറിൽ വരാൻ നമുക്ക് സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് CUT PG വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്. മാർച്ച് മാസത്തിലാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നുള്ളത്. മാർച്ച് 11 എൻട്രൻസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 31 ജനുവരിയിൽ വന്നിട്ടുള്ള എക്സ്റ്റൻഷനിൽ നമ്മുടെ ഈ പറയുന്ന പോലെ കാൻഡിഡേറ്റ്സിൽ നിന്നും കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് റിക്വസ്റ്റിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 31 ജനുവരി 11:50 അവസാനിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ 31 വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. റിവൈസ്ഡ് ഡേറ്റ് എന്ന് പറയുന്നത് 7 ഫെബ്രുവരി 7 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 11:50 വരെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഫെബ്രുവരി 7 ശേഷം പിന്നീട് 8 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീസ് അടക്കാം. അപ്പോൾ അപേക്ഷാ സമർപ്പണത്തിന് 2-3 സ്റ്റേജുകളുണ്ട്. ഫസ്റ്റ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ നിങ്ങളുടെ ഫോം ഫില്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, കോഴ്സ് സെലക്ഷൻ ഒക്കെ ഉണ്ട്. ഈ സെലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് നിങ്ങളുടെ ഈ പറയുന്ന അപ്ലിക്കേഷൻ ഫീസ് അടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ പൂർത്തിയാക്കി ഫീസ് അടച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് 8 വരെ ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് 8 11:50 വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം പിന്നീട് 9 മുതൽ 11 വരെ, അതായത് 8 ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് 9 മുതൽ 11 വരെ നിങ്ങൾക്ക് കറക്ഷൻ നടത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കറക്ഷൻസ് നടത്താൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഇതേ ചാനലിൽ തന്നെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക തുടങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ ചിലതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും. കൂടുതൽ കോഴ്സുകൾ കൊടുക്കാൻ നിങ്ങൾക്ക് കൊടുക്കാം. കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ കാറ്റഗറി മാറ്റണമെങ്കിൽ മാറ്റാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി മാത്രം കൊടുത്തു പോയാൽ, ഒരു കോഴ്സ് ഒരു പേപ്പർ കോഡ് മാത്രം സെലക്ട് ചെയ്ത് പോയ ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ 11 വരെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയം. 11 കറക്ഷൻ കഴിഞ്ഞാൽ കൃത്യം ഒരു മാസം 11 മാർച്ച് മാസത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ CUT PGക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റിലായിരിക്കും. ഇപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾക്കും ഇനി 9 പോർട്ടൽ ഓപ്പൺ ആക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ CUT PGയുമായുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.